എതിർക്കാനാണെങ്കിൽ നിനക്ക് എപ്പോഴും എതിർക്കാം. പക്ഷേ അത് പ്രതീക്ഷകൾ ബാക്കിയുണ്ടെങ്കിലേ ചെയ്യാവൂ. ഞാനും അമ്മയും നിന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കായിരുന്നു. കാത്തിരിപ്പ് നല്ലതാ മോനെ. പക്ഷേ ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു പൂർണ്ണതയുണ്ടാവും എന്നൊരു വിശ്വാസം നമുക്ക് വേണ്ടേ? നവീനെ, അച്ഛന് നല്ല വിഷമമുണ്ട്. നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുമെന്നും നമ്മൾ എങ്ങനെ ഇത് ചർച്ച ചെയ്യേണ്ടി വരുമെന്നും നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ലല്ലോ. ഇതുവരെ ആലോചിക്കാൻ നിനക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നീ ആലോചിച്ചോളാം. എല്ലാവർക്കും നേരെ കയ്യോങ്ങുന്ന, പ്രായമോ പ്രായവ്യത്യാസമോ നോക്കാത്ത സ്വഭാവമുള്ള ഒരു പെണ്ണ്. അവള് ജയിക്കുന്നതല്ലാതെ അവളുടെ മുമ്പിൽ മറ്റാരൊക്കെ തോറ്റുപോയി എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാത്തൊരു പെണ്ണ്. ഞാനാണ് സർവസ്വം എന്നും പറഞ്ഞ് കൺമുമ്പിൽ കാണുന്ന ബാക്കി എല്ലാവരും തന്നേക്കാൾ ഒരുപാട് താഴെയാണെന്ന് തർക്കിക്കുന്നൊരു പെണ്ണ്. പറ നവീനെ, അങ്ങനെ ഒരു പെണ്ണ് നിന്റെ സങ്കല്പത്തിന് ചേരോടാ? തല്ലിപ്പിരിക്കാൻ വേണ്ടി ന്യായങ്ങൾ കണ്ടെത്തിയതല്ല അച്ഛൻ. ഇത് ന്യായമായിട്ട് പിരിക്കേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ടാ. ഞാൻ ഒപ്പിടാം. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് നേരിടുന്നത് നിങ്ങളൊക്കെ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഞാൻ വില കൽപ്പിച്ചില്ലെങ്കിൽ അത് കടുത്ത അപരാധമാ. നന്നായി മോനെ, നീ ഇതൊപ്പിട്. എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. ഇതിനേക്കാൾ വലിയ വീട് എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെ കളരിക്കൽ കുടുംബത്തിന്റെ വലിപ്പം അറിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങാൻ വേണ്ടി വിചാരിച്ച് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ.